നമ്മൾ കഴിഞ്ഞ ദിവസം ലഹരിക്കെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തെ കുടുംബത്തിലെ 5 പേരെ കൊന്ന നാറിക്കെതിരെ. ഇന്ന് അവനെ ന്യായീകരിക്കാനും ആളുണ്ട് എന്നുള്ളതാണ്. അവൻ കടബാധ്യത കൊണ്ട് ചെയ്തതാണ്. അവൻ MDMA അല്ല, അവൻ കള്ളു കുടിച്ചിട്ട് ചെയ്തതാണ്. അവൻ സിന്തറ്റിക് ഡ്രഗ്സ് കാര്യങ്ങളൊന്നും അല്ല. ഈ പറയുന്ന കടബാധ്യത എല്ലാവർക്കും ഉണ്ട്. ഈ പറയുന്ന നിങ്ങൾക്കില്ല ഈ കടബാധ്യത. നിങ്ങളുടെ മനസ്സിലെങ്കിലും ഇങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുണ്ടോ? ജന്മം നൽകിയ അമ്മയെ കൊല്ലണമെന്ന് തോന്നിയിട്ടുണ്ടോ? കൂടപ്പുറപ്പിനെയൊക്കെ ഇങ്ങനെ ക്രൂരമായി കൊല്ലണമെന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല. തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള രാസലഹരികൾക്കൊക്കെ അടിമകളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാനസികപരമായിട്ട് ബുദ്ധിമുട്ടുള്ളവരായിരിക്കണം. അവൻ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനയിൽ ഇവൻ മദ്യവെച്ചിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനൊന്ന് പറയട്ടെ, ഇങ്ങനെയുള്ള രാസലഹരികളൊക്കെ 7 ദിവസമേ നമ്മുടെ ബ്ലഡിൽ നിൽക്കത്തുള്ളൂ. ഒരുപക്ഷെ ഇത് കിട്ടാതെ വന്നപ്പോഴായിരിക്കാം ഇവൻ ഈ കൊടും ക്രൂരതകളെല്ലാം ചെയ്തത്. എനിക്ക് തോന്നുന്നില്ല കള്ളു കുടിക്കുന്നവനോ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒരാൾക്കോ ഇത്രയും വലിയ കൊടും ക്രൂരതകളൊക്കെ ചെയ്യാൻ കഴിയുമെന്ന്. ഇടയിൽ അവനിനി കള്ളു കുടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ അവനെ ന്യായീകരിക്കും. അവൻ 6 മണിക്കൂർ കൊണ്ടാണ് അവൻ 5 പേരെ കൊന്നത്. അവന്റെ കണക്കിലേത് 6 ആയിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ടാണ് അവന്റെ ഉമ്മ രക്ഷപ്പെട്ടത്. അവൻ ഇത്രയും കൊടും ക്രൂരതകൾ ചെയ്തിട്ട് അവിടെ കൊണ്ട് നിർത്തിയില്ല. വീട്ടിലെ ഗ്യാസ് തുറന്നു വിട്ടിട്ടാണ് അവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞത് അവൻ 6 പേരെ കൊന്നെന്ന്. അപ്പോൾ ഇതൊക്കെ അന്വേഷിച്ച് അവിടെ വരുന്ന ആരാണോ അവരും ഇല്ലാതാവണം. അതായിരുന്നു അവന്റെ ഉദ്ദേശം. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നിയമത്തെ പേടിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവന്മാര്. ചെന്താമര എന്താണ് ചെയ്തത്? അവൻ പുറത്തിറങ്ങിയിട്ട് പിന്നെയും ഈ ക്രൂരമായിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്തത്. ഇതേപോലെ തന്നെ ആയിരിക്കും ഈ നാറി നാളെ പുറത്തിറങ്ങിയിട്ട് കാണിക്കാൻ പോകുന്ന. ഇനി ഇതിന്റെ പേരിൽ എനിക്കെതിരെ എന്ത് വിമർശനം ഉണ്ടായാലും കുഴപ്പമില്ല, ഞാൻ ഇതിനെതിരെ പ്രതികരിക്കും.